എല്ലാവർക്കും നമസ്കാരം. edudro.idb എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചാനൽ ഇവിടെ ആരംഭിക്കുകയാണ്. എന്താണ് ചാനലിന്റെ ഉള്ളടക്കം എന്നുള്ളത്? എഡ്യൂക്കേഷനെ ബേസ് ചെയ്തുള്ള ഒരു ചാനലാണ് നമ്മളുടെ edudro.idb എന്ന ചാനൽ. എന്താണ്, ഏതൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ചാനലിന്റെ പേരിൽ തന്നെ പരാമർശിച്ചിരിക്കുന്ന പോലെ IDB, അതായത് IT, ഡിപ്ലോമ, ബിടെക്, ഈ 3 കോഴ്സുകളും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസുകൾ ചിട്ടവട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതില് ഏറ്റവും പ്രധാനമായത് ആ 3 കോഴ്സുകാർക്കും കോമൺ ആയുള്ള എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അഥവാ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന സബ്ജക്റ്റിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നമ്മൾ ആരംഭിക്കുന്നത്. എന്നാൽ ഡ്രോയിങ് മാത്രമല്ല, ഒപ്പം അവരുടെ ട്രേഡ് തിയറി, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ്, മറ്റ് അനുബന്ധ വിഷയങ്ങളും എല്ലാം നമ്മളുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കും. എന്നാൽ പ്രാധാന്യം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന സബ്ജക്റ്റിനാണ്. അപ്പോഴേ എൻ്റെ പേര് വൈഷ്ണവ സോമനക്കുട്ടൻ. ഞാൻ ബിടെക് ഡിപ്ലോമ കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ഐടിയിൽ അധ്യാപകനായി ജോലി ചെയ്തു വരുന്നു. അപ്പൊ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ 3 കോഴ്സുകാർക്കും കോമൺ ആയി വരുന്ന ഒരു ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്റർ ആണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സുകളെ കുറിച്ചുള്ള ചാപ്റ്റർ. അപ്പോ ആദ്യത്തെ നമ്മളുടെ ഈ ക്ലാസ്സിലെ ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ആദ്യത്തെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഡ്രോയിങ് ബോർഡാണ്. ഡ്രോയിങ് ബോർഡ്. അതെന്താണ് ഡ്രോയിങ് ബോർഡ്? ഡ്രോയിങ് ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ 3 കോഴ്സുകാരും അറിയാം, അവർ വരച്ചിട്ടുള്ളതാണ്, അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു ഡ്രോയിങ് ഷീറ്റിലാണ് വരയ്ക്കുന്നത്. നമുക്കായിട്ടൊരു പേപ്പർ ഉണ്ട്. ആ പേപ്പറും നമ്മുടെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അത് നമ്മൾ പിന്നീട് പറയും. അപ്പൊ നമുക്കായിട്ട് ഒരു ഡ്രോയിങ് പേപ്പർ ഉണ്ട്. ആ ഡ്രോയിങ് പേപ്പറിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആയാലും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആയാലും നമ്മൾ വരയ്ക്കേണ്ടത് ഡ്രോയിങ് പേപ്പറിലാണ്. അപ്പൊ ഈ ഡ്രോയിങ് പേപ്പർ ഒട്ടിക്കാൻ നമ്മളൊരു പ്രതലത്തിൽ ഒട്ടിച്ചു വെച്ചാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതലത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോയിങ് പേപ്പർ അല്ലെ നമ്മളുടെ വരപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രതലം ഒരുക്കുക എന്നുള്ളതാണ് ഡ്രോയിങ് ബോർഡിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഡ്രോയിങ് ബോർഡ് എങ്ങനെ, ഏതൊക്കെ അളവുകളിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് പഠിക്കണം. അപ്പോൾ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ചിത്രത്തിൽ കാണിക്കും. അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയ തടി കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. അതായത് സീസണിങ് എന്ന പ്രക്രിയയ്ക്ക് ശേഷം തടികൾ എടുത്ത് കൃത്യമായി ഫിനിഷ് ചെയ്തുണ്ടാക്കുന്നതാണ് ഡ്രോയിങ് ബോർഡ്. സീസണിങ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഈർപ്പത്തെ ഒഴിവാക്കിക്കൊണ്ട് എടുക്കുന്ന തടികൾ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതാണ് ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡ് ഒരിക്കലും ഒരൊറ്റ പീസിലല്ല നിർമ്മിച്ചെടുക്കുന്നത്. കാരണം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഡ്രോയിങ് സർഫസിന് ഒരു കാരണവശാലുമുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് കൃത്യമായ ഒരു തടിയിൽ തന്നെ നിർമ്മിച്ചെടുക്കാറ്. പല പല പീസുകളായി കട്ട് ചെയ്തെടുത്ത് അവ തമ്മിൽ ജോയിൻ ചെയ്താണ് നമ്മൾ ഒരു ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ആ രീതിയിലാണ് നമ്മൾ ഡ്രോയിങ് ബോർഡിന്റെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ ഡ്രോയിങ് ബോർഡിന്റെ മറുപുറമാണ് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്, കാരണം പാർട്സുകൾ കാണാൻ വേണ്ടി. എന്നാൽ അതിന്റെ ഇപ്പുറത്ത് നമ്മൾ കൃത്യമായി എങ്ങനെ ഒരു ഡ്രോയിങ് ബോർഡിന്റെ വർക്കിംഗ് സർഫസ് വരണമെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോ കൃത്യമായി ഫിനിഷ് ആയ ഒരു വർക്കിംഗ് സർഫസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അവിടെ സ്ക്രാച്ചുകളോ മറ്റ് സ്ലോട്ടുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൽ അത് ബാധിക്കും. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി ഫിനിഷ് ആയ ഒരു സ്ട്രക്ചർ ആണ് ഡ്രോയിങ് ബോർഡിന് ഉള്ളത്. അപ്പൊ ഡ്രോയിങ് ബോർഡിന്റെ ലെഫ്റ്റ് സൈഡില് വെളിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് ഒരു ചെറിയ പീസ് കാണാം, ഒരു തടിയുടെ ചെറിയൊരു പീസ് കാണാം. ഡ്രോയിങ് ബോർഡിന്റെ ഇടത് സൈഡിലായിട്ട് വെളിയിലേക്ക് പ്രൊജക്ട് ചെയ്തൊരു പീസ് കാണാം. അതിനെ നമ്മൾ എബണി എഡ്ജ് എന്ന് പറയും. എന്താണ് എബണി എഡ്ജിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടി സ്ക്വയർ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്, ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്.
ആ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഡ്രോയിങ് ബോർഡിന്റെ ലെഫ്റ്റ് സൈഡിൽ അറ്റാച്ച് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ ആ ടി സ്ക്വയറിന് നമ്മൾ ഡ്രോയിങ് ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു സർഫസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എബണി എഡ്ജിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡ്രോയിങ് ബോർഡില് പല പല പീസുകളായ തടികൾ ജോയിൻ ചെയ്താണ് ഡ്രോയിങ് ബോർഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഡ്രോയിങ് ബോർഡിന്റെ സർഫസ് എന്ന് പറയുന്നത് ഹൈലി ഫിനിഷ്ഡ് ആയിരിക്കണം. ഡ്രോയിങ് ബോർഡിന്റെ ഇടത്ത് സൈഡിൽ വെളിയിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആ തടിയുടെ ഭാഗത്തെയാണ് നമ്മൾ എബണി എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ 3 കോഴ്സുകാർക്ക് ആദ്യം വരുന്ന ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ആണ് ഡ്രോയിങ് ബോർഡ്. ഇനി ഈ ഡ്രോയിങ് ബോർഡിന്റെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പണ്ട് ITIയിലൊക്കെ ഫസ്റ്റ് സെമസ്റ്റർ ബേസ് ആയിരുന്നപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് OMR ആയിരുന്നു, OMR എക്സാം ആയിരുന്നു. ആ സമയങ്ങളിൽ സ്ഥിരമായി ചോദിക്കുന്നതായിരുന്നു ഈ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ ഈ ഡിപ്ലോമക്കാർക്കായാലും ബിടെക്കാർക്കായാലും ഈ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള പാഠത്തിൽ നിന്ന് OMR രൂപേണ അല്ലെ തിയറി രൂപേണയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഇനി എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കാമെന്ന് പറഞ്ഞാൽ ഈ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള പാഠം PSCക്ക് വളരെ പ്രധാനമാണ്. PSCക്ക് പ്രധാനം എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികയിലേക്ക് PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് കൃത്യമായി ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു വലിയ പങ്കും ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള പാഠത്തിൽ നിന്നുള്ളവയാണ്. അപ്പോ എന്താണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഡ്രോയിങ് ബോർഡിന്റെ കാര്യത്തിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ബോർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ പഠിക്കണം. ഏതൊക്കെ സൈസിൽ ഡ്രോയിങ് ബോർഡ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട പ്രധാന കാര്യം. അപ്പോ ഡ്രോയിങ് ബോർഡിനെ ഒരു ഗ്രേഡ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അവയുടെ സൈസ് പറയുന്നത് എപ്പോഴും നീളം, വീതി, കനം എന്നുള്ള അനുപാതത്തിലാണ്. അപ്പോ ഡ്രോയിങ് ബോർഡ് അവൈലബിൾ ആയിട്ടുള്ള ആദ്യ ഗ്രേഡാണ് D0. D0 എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1500 1000 25 മില്ലിമീറ്റർ. നീളം 1500, വീതി 1000, അതിന്റെ കനം 25 മില്ലിമീറ്റർ. അതുപോലെ തന്നെ D1, D2, D3 ഈ 4 ഗ്രേഡുകളിലാണ് ഡ്രോയിങ് ബോർഡ് അവൈലബിൾ ആയിട്ടുള്ളത്. അതില് D1 എന്ന് പറയുമ്പോൾ 1000, 700, 25. D2 എന്ന് പറയുമ്പോൾ 700, 500, 15 മില്ലിമീറ്റർ. D3 എന്ന് പറയുമ്പോൾ 500 ഗുണം 350 ഗുണം 15 മില്ലിമീറ്റർ. അപ്പോ ഈ അളവുകള് നിങ്ങൾ നോട്ട് ചെയ്യണം. PSC പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. ഏറ്റവും വലിയ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് D0 ഗ്രേഡ് ആണ്. ഏറ്റവും ചെറിയ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് D3 ഗ്രേഡ് ആണ്. അപ്പൊ ഗ്രേഡ് നമ്പറും അവയുടെ അളവുകളും അറിഞ്ഞിരിക്കുക. അറിയാത്തവരാണെങ്കിൽ നമ്മൾ എഴുതിയിട്ടേക്കുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോ ഡ്രോയിങ് ബോർഡ് എന്ന ആദ്യ ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് ടി സ്ക്വയർ. ടി സ്ക്വയർ അല്ലെങ്കിൽ ടി സ്കെയിൽ എന്നും പറയും. ടി സ്ക്വയർ അഥവാ ടി സ്കെയിൽ. എന്താണ് ടി സ്ക്വയർ അഥവാ ടി സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം. ഇതാണ് ഇതിന്റെ രൂപം ടി കണക്കിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ടി സ്കെയിൽ എന്ന് പറയുന്നത്. ടി സ്കെയിലിന്റെ പ്രധാന ഭാഗങ്ങളാണ് സ്റ്റോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റോക്ക് അഥവാ ഹെഡ് എന്ന് പറയും. മറ്റൊരു ഭാഗം ബ്ലേഡ്. സ്റ്റോക്ക്, ബ്ലേഡ്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. സ്റ്റോക്കും ബ്ലേഡുമാണ് ടി സ്ക്വയറിന്റെ പ്രധാന ഭാഗങ്ങൾ. എന്തിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിപ്പോ ഒരു ഡ്രോയിങ് ബോർഡാണ്. ഇത് അതിന്റെ എബണി എഡ്ജ് ആണെങ്കിൽ ഈ എബണി എഡ്ജിന് പാരലാക്കി കൃത്യമായി വെച്ചുകൊണ്ട് ഇതിന് അനുപാതികമായി മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യും. ഇനി കൃത്യമായി പറഞ്ഞാൽ എബണി എഡ്ജ് സഹായത്തോടെ ഡ്രോയിങ് ബോർഡില് ഹൊറിസോണ്ടൽ ലൈൻസുകൾ വരയ്ക്കാനും അതുപോലെ കൃത്യമായ അകലത്തിൽ പാരലൽ ലൈൻസുകൾ വരയ്ക്കാനുമാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഈ ടി സ്ക്വയർ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ, ഇനി വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണമെന്ന് നോക്കുക. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ സപ്പോർട്ട് ചെയ്തുകൊണ്ട്
വെർട്ടിക്കൽ ലൈൻസുകൾ വരയ്ക്കാനും എന്തുപയോഗിക്കുന്നു? ടി സ്ക്വയർ ഉപയോഗിക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അല്ലെങ്കിൽ PSC ചോദിക്കുമ്പോൾ ടി സ്ക്വയറിന്റെ പ്രധാന ഫംഗ്ഷൻ ഹൊറിസോണ്ടൽ ലൈൻസുകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാന ഫംഗ്ഷൻ. ഇനി അഥവാ ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കാം, പാരലൽ ലൈൻസുകളും വരയ്ക്കാം. എന്തുപയോഗിച്ച്? ടി സ്ക്വയർ ഉപയോഗിച്ച്. ഇനി അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, വെർട്ടിക്കൽ ലൈൻസുകൾ വരയ്ക്കാൻ സെറ്റ് സ്ക്വയറിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ടി സ്ക്വയറിന്റെ പ്രധാന ഭാഗം ഹെഡ് അല്ലെങ്കിൽ സ്റ്റോക്ക്, മറ്റൊരു ഭാഗം ബ്ലേഡ്. ഈ ഹെഡും സ്റ്റോക്കും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ബ്ലേഡിന്റെ ഈ ഒരു സർഫസിനെയാണ് നമ്മൾ അതിന്റെ വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ഇത് ടേപ്പർ ആയിരിക്കാം ചിലപ്പോൾ, അത് കൃത്യമായി പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. ഈ ഒരു ഭാഗം കൃത്യമായി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ചില പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന കാര്യമാണ്, എന്തിനാണ് ടി സ്ക്വയറിന്റെ ബ്ലേഡിന്റെ അറ്റഭാഗത്ത് ഇതുപോലൊരു സ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത്? അപൂർവമായി ചോദിച്ചു വരുന്നതാണ്. വേറെ ഒരു പ്രക്രിയയുമില്ല. ഒരു ആണി ഉണ്ടെങ്കിൽ ആ ആണിയിൽ തൂക്കിയിടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഒരു ഹോൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടി സ്ക്വയർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ടി സ്ക്വയറിനെ സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ബ്ലേഡിന്റെ ലെങ്തിന് അടിസ്ഥാനത്തിലാണ്. പലതരത്തിലുള്ള ടി സ്ക്വയറും അവൈലബിൾ ആണ്. നമ്മൾ ടി സ്ക്വയറിനെ സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ബ്ലേഡ് ലെങ്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോ ഏതൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളത്, ടി സ്ക്വയറിന്റെ ഗ്രേഡുകൾ പറയുമ്പോൾ T0, T1, T2, T3 ഈ 4 ഗ്രേഡുകളിലാണ് ടി സ്ക്വയർ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി T0 എന്ന് പറഞ്ഞാൽ ബ്ലേഡ് ലെങ്തിനെ മാത്രമേ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്നുള്ളൂ. ബ്ലേഡ് ലെങ്ത് 1500 മില്ലിമീറ്റർ ആണെങ്കിൽ T0, 1000 ആണെങ്കിൽ T1, 700 ആണെങ്കിൽ T2, 500 ആണെങ്കിൽ T3. ഇങ്ങനെയാണ് 4 ഗ്രേഡുകൾ നമ്മൾ ടി സ്ക്വയറിനെ തരംതിരിച്ച് പറയുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾ നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് PSC പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏറ്റവും വലിയ ടി സ്ക്വയർ T0 ഗ്രേഡ് ആണ്, ഏറ്റവും ചെറുത് T3 ഗ്രേഡ്. ബ്ലേഡ് ലെങ്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ടി സ്ക്വയർ സ്പെസിഫൈ ചെയ്യുന്നത് കൂടെ നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ഡ്രോയിങ് ബോർഡായി, അത് കഴിഞ്ഞ് ടി സ്ക്വയർ നമ്മൾ എടുത്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെറ്റ് സ്ക്വയറിനെ കുറിച്ചാണ്. സെറ്റ് സ്ക്വയർ ഒക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ അധികം കണ്ട് പറയേണ്ട കാര്യങ്ങളില്ല. സെറ്റ് സ്ക്വയറും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതാണ് എല്ലാവർക്കും. എന്തുവാണ് സെറ്റ് സ്ക്വയർ? നമ്മൾ സാധാ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ തന്നെ 2 തരത്തിൽ അവൈലബിൾ ആണ് സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ 2 സെറ്റ് സ്ക്വയർ ഉണ്ട്. അതിനെ നമ്മൾ 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ എന്നും 30-60 ഡിഗ്രി സെറ്റ് സ്ക്വയർ എന്നും പറയും. എന്താണ് 45 ഡിഗ്രി, എന്താണ് 30-60 ഡിഗ്രി, അതും പറയണം. അപ്പോ നമുക്ക് അവൈലബിൾ ആവുന്നത് 2 സൈസിലാണ്. ഒരു ചെറുതും മറ്റൊന്ന് വലുതുമാണ്. ഒരു ചെറുതും വലുതുമായിട്ടാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. നമുക്ക് പഠിക്കേണ്ട കാര്യം ഇതിന്റെ ആംഗിളുകളാണ് പഠിക്കുന്നത്. സെറ്റ് സ്ക്വയറിന്റെ 2 എണ്ണത്തിനും ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. 2 സെറ്റ് സ്ക്വയറിന്റെ ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ചെറിയ സെറ്റ് സ്ക്വയറിന്റെ മറ്റ് 2 ആംഗിളുകളും 45 ഡിഗ്രി വീതമാണ്. ചെറിയ സെറ്റ് സ്ക്വയറിന്റെ ചെറിയ 2 ആംഗിളുകളും 45 ഡിഗ്രി വീതമാണ്. എന്നാൽ വലിയ സെറ്റ് സ്ക്വയറിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിനേക്കാൾ ഇച്ചിരി വലിയ ആംഗിൾ 60 ഡിഗ്രിയും ഏറ്റവും ചെറിയ ആംഗിൾ 30 ഡിഗ്രിയുമാണ്. ഇതേ ഉള്ളൂ സെറ്റ് സ്ക്വയറിൽ നിന്ന് പഠിക്കാൻ. സെറ്റ് സ്ക്വയറിന്റെ ആംഗിളുകൾ പഠിക്കാം. ചെറിയ സെറ്റ് സ്ക്വയറിന്റെ 2 ആംഗിൾ 45 ഡിഗ്രി, വലിയ സെറ്റ് സ്ക്വയറിന്റെ ഒരു ആംഗിൾ 90 ആണെങ്കിൽ മറ്റൊരു ആംഗിൾ 60, മറ്റൊരു ആംഗിൾ 30 ഡിഗ്രിയും ആയിരിക്കും. അപ്പൊ ഇത് ഏതൊക്കെ മെറ്റീരിയൽ, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സെറ്റ് സ്ക്വയർ ആയാലും സ്കെയിൽ ആയാലും ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ അവ നിർമ്മിക്കുന്നത് പ്രധാനമായിട്ട് തടിയിൽ നിർമ്മിക്കുന്നുണ്ട്, വുഡിൽ നിർമ്മിക്കുന്നുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ട്, സെല്ലുലോയിഡ് കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ട്രാൻസ്പെറന്റ് ആയ വസ്തുക്കളാണ് കൂടുതലാണ്. വുഡ് ഒരിക്കലും ട്രാൻസ്പെറന്റ് അല്ല. മറ്റ് പ്ലാസ്റ്റിക്, സെല്ലുലോയിഡ് പോലുള്ളവയാണ് കൂടുതലായിട്ട് നമ്മളുടെ സ്റ്റുഡൻസിനായിട്ട് കൂടുതലായിട്ട് നിർമ്മിക്കുന്നത്. അപ്പൊ സെറ്റ് സ്ക്വയർ അറിയാം നിങ്ങൾക്ക്. സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ഉണ്ട്. 2 സെറ്റില് സെറ്റ് സ്ക്വയറിന് ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ചെറിയ സെറ്റ് സ്ക്വയറിന്റെ മറ്റ് 2 ആംഗിൾ 45 ഡിഗ്രിയും വലിയ സെറ്റ് സ്ക്വയറിന്റെ ഒരു ആംഗിൾ 60ഉം മറ്റൊരു ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അപ്പോ സെറ്റ് സ്ക്വയർ കഴിഞ്ഞു. ഇനി 4ാമത്തെ ഇൻസ്ട്രുമെന്റ്
പ്രൊട്രാക്ടർ ആണ്. പ്രൊട്രാക്ടർ അറിയാം, അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായി പറയേണ്ട കാര്യമില്ല. പ്രൊട്രാക്ടർ സെമി സർക്കുലർ ഷേപ്പ്, 0 തൊട്ട് 180 ഡിഗ്രി വരെ അവിടെ തിരിച്ചും ഇങ്ങോട്ടും മാർക്ക് ചെയ്തിരിക്കും. ആംഗിൾ മെഷർ ചെയ്യാനും ആംഗിളുകൾ അടയാളപ്പെടുത്താനും നമ്മൾ ഉപയോഗിക്കുന്നു. ഇത്രയേ ഉള്ളൂ പ്രൊട്രാക്ടറിനെ കുറിച്ച് നമുക്ക് പറയാം. നിങ്ങൾക്ക് കോമൺ അറിയാവുന്ന സാധനം, നമ്മളെല്ലാം ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, പ്രൊട്രാക്ടർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്കെയിലാണ്. അടുത്ത ഇൻസ്ട്രുമെന്റ്, അഞ്ചാമത്തെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നത് സ്കെയിൽ. സ്കെയിലിനെ കുറിച്ചും പറയേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം സ്കെയിൽ എന്താണെന്നുള്ളത്. ലീനിയർ മെഷർമെന്റ് എടുക്കാനാണ് നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന സ്കെയിലിലെ ഏറ്റവും അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. അതുപോലെ പ്രൊട്രാക്ടറിലെ ഏറ്റവും ചെറിയ അളവ് എത്രയാണ്? 1 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടറിൽ അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് 1 ഡിഗ്രി. സ്കെയിൽ വെച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. എന്നാൽ നമ്മൾ വർക്ക്ഷോപ്പുകളിൽ സ്റ്റീൽ റൂൾ ഉപയോഗിക്കാറുണ്ട്. സ്റ്റീൽ റൂൾ, സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച സ്കെയിൽ, അതിന്റെ ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് 0.5 മില്ലിമീറ്റർ ആണ്. അതുകൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് 0.5 മില്ലിമീറ്റർ. ഏറ്റവും ചെറിയ അളവ് ഏതൊരു ഇൻസ്ട്രുമെന്റും കൊണ്ടും അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് അതിന്റെ ആക്യുറസി എന്നോ അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്നോ പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന സ്കെയില് അത് വെച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. പിന്നെ 15 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ഉണ്ട്, 30 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ഉണ്ട്. കോമൺ ആയി നമ്മളൊരു ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുമ്പോൾ എപ്പോഴും 30 mm സ്കെയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അടുത്ത ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ആറാമത്തെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്. ആറാമത്തെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് നമ്മൾ സാധാരണ നമുക്ക് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതല്ല, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിലൊക്കെ കാണാം, ഇതുപോലൊരു സാധനമാണ്. ഇതിനകത്ത് ഒരുപാട് ടൂളുകളുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ടൂളുകൾ എന്ന് നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ ചിത്രത്തിലൂടെ കാണാം. അപ്പൊ ഇതാണ് ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്. എന്തൊക്കെയാണ് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ളതെന്ന് പറഞ്ഞാൽ, ആദ്യമേ തന്നെ ഉള്ളതാണ് ലാർജ് കോമ്പസ്. ആദ്യമുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ലാർജ് കോമ്പസ്, ലാർജ് ഡിവൈഡർ. പിന്നെ ലാർജ് കോമ്പസും ലാർജ് ഡിവൈഡറും ഉണ്ട്. അതുപോലെ തന്നെ സ്മാൾ കോമ്പസ് അഥവാ ബോ കോമ്പസ് എന്ന് പറയും. സ്മാൾ കോമ്പസ് അഥവാ ബോ കോമ്പസ്, അതുപോലെ സ്മാൾ ഡിവൈഡർ ഓർ ബോ ഡിവൈഡർ എന്ന് പറയും. പിന്നെ ഇതിനകത്ത് ഒരു ലെങ്തനിങ് ബാർ ഉണ്ട്, ലെങ്തനിങ് ബാർ. പിന്നെ ഒരു സെറ്റ് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഒരു സെറ്റ് ഇല്ല, ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. എന്തിനാണെന്നൊക്കെ പറയാം. പിന്നെ ലെഡ് കേസ് ഉണ്ട്, ലെഡ് കേസ്. റൂളിംഗ് പെൻ ഉണ്ട്, റൂളിംഗ് പെൻ. എന്താണ് ഇതിന്റെ ആവശ്യകത എന്ന് ഞാൻ പറയാം. പിന്നെ അതേപോലെ തന്നെ പിൻ പോയിന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു വസ്തുവുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. അപ്പൊ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്ന് പറയുമ്പോൾ കൃത്യമായി ഹൈലി ആക്യുറേറ്റ് ആയ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതല്ല നമുക്ക് ഒരിക്കലും ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കാൻ വേണ്ടുന്നത്. നമുക്ക് വലിയ സർക്കിളുകളും വലിയ ആർക്കുകളും ഒക്കെ വരയ്ക്കേണ്ടത് വരുന്ന സമയങ്ങളിൽ നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള കോമ്പസ് വെച്ച് വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സന്ദർഭങ്ങളിൽ നമ്മൾ ലാർജ് കോമ്പസ് ഉപയോഗിക്കും. ലാർജ് കോമ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ലാർജ് കോമ്പസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ കാണുന്ന എൻഡ് ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും. സാധാരണ നോർമൽ ലെഗ് ആയിട്ട് വെക്കാം. മറിച്ച് ഇനി എനിക്ക് ഒരുപാട് വലിയ സർക്കിളുകളാണ് വരയ്ക്കേണ്ടതെങ്കിൽ ഈ നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ തന്ന മറ്റൊരു സംഭവമാണ് ലെങ്തനിങ് ബാർ. ഈ ലെങ്തനിങ് ബാർ ഉപയോഗിച്ചുകൊണ്ട് ഈ സാധാരണ വലിയ കോമ്പസിന്റെ ഒരു കാലിന്റെ ലെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും. അത് ഒരു കാലിന്റെ ലെങ്ത് കൂട്ടുന്നതോടൊപ്പം ഒരുപാട് വലിയ സർക്കിളുകളും ആർക്കുകളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ടൈറ്റ് ചെയ്യുകയും ലൂസ് ചെയ്യുകയൊക്കെ ചെയ്ത് ഓരോ പാർട്സുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കൊണ്ടാണ്
ഒരു സ്ക്രൂ ഡ്രൈവർ കൂടി ഈ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളില്ല. അപ്പോ ലാർജ് കോമ്പസ് എന്തിനു ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ലാർജ് ഡിവൈഡർ ഉണ്ട്. ഡിവൈഡറിന്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേ പർപ്പസ് തന്നെ ലാർജ് ഡിവൈഡർ. ഇനി രണ്ട് ബോ ഐറ്റംസ് ഉണ്ട്. ബോ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സ്മോൾ, ലാർജ് ഡിവൈഡറും ലാർജ് കോമ്പസും ഉണ്ടെങ്കിൽ സ്മോൾ കോമ്പസും സ്മോൾ ഡിവൈഡറും ഉണ്ട്. അതായത് സാധാരണ നോർമൽ കോമ്പസും ഡിവൈഡറും വെച്ച് ചെയ്യാൻ പറ്റുന്നതിലും ഉപയോഗിക്കാൻ പറ്റുന്നതിലും ചെറിയ അളവുകളാണെങ്കിൽ നമുക്ക് ബോ ഐറ്റംസ് ഉപയോഗിക്കാം. വളരെ ചെറിയ സർക്കിളുകളും ആർക്കുകളും ആണ് എനിക്ക് വരയ്ക്കേണ്ടതെങ്കിൽ ഞാൻ ബോ കോമ്പസ് ഉപയോഗിക്കും. ഇനി വളരെ ചെറിയ അളവുകളാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ബോ ഡിവൈഡർ ഉപയോഗിക്കും. ഡിവൈഡറിന്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയാം, ഒരളവിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഒരളവിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡിവൈഡറിന്റെ ഫംഗ്ഷൻ. അപ്പോ ലാർജ് കോമ്പസ് ലാർജ് ഡിവൈഡർ, ബോ കോമ്പസ് ബോ ഡിവൈഡർ. ഇനി പറയാനുള്ളത് ലെങ്തനിങ് ബാർ നമ്മൾ പറഞ്ഞു എന്തിനു ഉപയോഗിക്കുന്നുള്ളത്. പിന്നെ നമ്മൾ ഈ പറയുന്ന കോമ്പസുകളിലൊന്നും നമ്മുടെ സാധാരണ പെൻസിൽ അല്ല എഴുതി ടൈറ്റ് ചെയ്യുന്നത്. പകരം നമ്മളുടെ പെൻസിലിന്റെ ലെഡ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പെൻസിൽ ലെഡുകളാണ് ഈ പറയുന്ന ഓരോ ഇൻസ്ട്രുമെന്റ്സിലും ഇടുന്നത്. അപ്പൊ നമ്മൾ സാധാരണ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്, പെൻസിലിന്റെ ലെഡുകൾ കൂർപ്പിച്ച് കട്ട് ചെയ്തെടുക്കും. അത് നമ്മൾ ഈ പറയുന്ന ഓരോ ഇൻസ്ട്രുമെന്റിലും ഫിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ലെഡുകളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു ലെഡ് കേസും ഉണ്ട്. ഇനി ആ ലെഡിനെ അറ്റാച്ച് ചെയ്യാനായിട്ടാണ് ഈ പിൻ പോയിന്റ് അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയുന്നത്. ആ വസ്തുക്കൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത്ര കാര്യങ്ങളില്ല, എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി എന്താണ് റൂളിംഗ് പെൻ എന്ന് പറഞ്ഞാൽ? റൂളിംഗ് പെൻ എന്ന് പറയുമ്പോൾ എല്ലാം ചിത്രത്തിൽ കാണാം. റൂളിംഗ് പെൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ പണ്ടൊക്കെ ഡ്രോയിങ് ബോർഡിന്റെ അല്ലെ ഡ്രോയിങ് ഷീറ്റിന്റെ ബോർഡർ വരയ്ക്കാൻ മഷി ഉപയോഗിച്ചിരുന്നു. അപ്പൊ മഷി ഉപയോഗിച്ച് ബോർഡർ വരയ്ക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് റൂളിംഗ് പെന്നിന്റെ ഫംഗ്ഷൻ. ഇതിനകത്ത് നമ്മൾ ഒന്നെങ്കിൽ പിൻ പോയിന്റ് വല്ല അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലുള്ള ഇങ്കിങ് പെൻ എന്നും പറയാറുണ്ട്. ഇങ്കിങ് പെന്ന് റൂളിംഗ് പെന്ന്. അപ്പോ മഷി ഉപയോഗിച്ച് നമുക്ക് ബോർഡറുകൾ വരയ്ക്കാനായിട്ടും എന്തുപയോഗിക്കാം? റൂളിംഗ് പെൻ അഥവാ ഇങ്കിങ് പെൻ ഉപയോഗിക്കാം. അപ്പൊ റൂളിംഗ് പെൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പിൻ പോയിന്റ് അറ്റാച്ച് ചെയ്യാം. ഇങ്കിങ് പെൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് മഷി ഉപയോഗിച്ചുകൊണ്ട് ഡ്രോയിങ് ഷീറ്റിന്റെ ബോർഡറുകൾ വരയ്ക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അത്രയേ ഉള്ളൂ ഡ്രോയിങ്ങിന്റെ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ചാണ്. എന്താണ് ഡ്രോയിങ് ഷീറ്റ്? ഡ്രോയിങ് ഷീറ്റ് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് PSC പരീക്ഷകൾക്കൊക്കെ. ഡ്രോയിങ് ഷീറ്റിന്റെ അളവ് കൃത്യമായി പഠിച്ചിരിക്കണം. നമ്മൾ ആനുകാലികമായി ചോദിക്കുന്ന PSCയുടെ ചോദ്യങ്ങൾ, അഥവാ ടെക്നിക്കൽ മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ഡ്രോയിങ്ങിൽ നിന്നൊക്കെ ചോദിക്കുന്ന PSCയുടെ ചോദ്യങ്ങൾ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കുന്നു. അപ്പോൾ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഡ്രോയിങ് ഷീറ്റ് അതിന്റെ നീളം, വീതി, അനുപാതം ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. വീതി, നീളം, അനുപാതം. ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ വീതി, നീളം, അനുപാതം അഥവാ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ എന്ന് പറയുന്നത് 1:√2 ആണ്. അറിഞ്ഞിരിക്കുക, വീതി, നീളം, അനുപാതം. ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ വീതി, നീളം, അനുപാതം 1:√2 ആണ്. പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് PSCക്ക്. 1:√2 ആണ് ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ വീതി, നീളം, അനുപാതം. തിരിച്ചും ചോദിക്കാം, നീളം, വീതി, അനുപാതമാണെങ്കിൽ √2:1 ആണ് നീളം, വീതി, അനുപാതം. അതുകൊണ്ട് തിരിഞ്ഞു പോയത്. വീതി, നീളം, അനുപാതമാണ് ചോദിക്കുന്നതെങ്കിൽ 1:√2. ഇനി ഡ്രോയിങ് ഷീറ്റിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, ഏതൊക്കെ സൈസിൽ ഡ്രോയിങ് ഷീറ്റ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. A0 ഗ്രേഡ് തൊട്ട് A1, A2, A3, A4, A5 ഈ 6 ഗ്രേഡുകളിൽ ഡ്രോയിങ് ഷീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 6 ഗ്രേഡുകൾ ഏതൊക്കെ? A0 എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് എത്രയാണ്? വീതി, നീളമാണ് നമ്മൾ പറയുന്നത്. 841:1189 ആണ് A0 ഗ്രേഡിന്റെ അളവ്. A1 ആകുമ്പോ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. A1 ആകുമ്പോ 594:841. A2 ആകുമ്പോൾ 420:594. A3 ആകുമ്പോൾ 297:420. ഇനി
A4 ആവുമ്പോൾ 210 ഗുണം 297. ലാസ്റ്റ് A5 ആവുമ്പോൾ 148 ഗുണം 210 മില്ലിമീറ്റർ. നമ്മൾ ഡ്രോയിങ്ങിലെ എല്ലാ അളവുകളും പറയുന്നത് മില്ലിമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോ ചോദിക്കാൻ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ. ലാർജസ്റ്റ് ഡ്രോയിങ് ഷീറ്റിന്റെ ഗ്രേഡ് A0, സ്മാളസ്റ്റ് ഡ്രോയിങ് ഷീറ്റിന്റെ ഗ്രേഡ് A5, ഏറ്റവും വലിയ ഡ്രോയിങ് ഷീറ്റ് A0, ഏറ്റവും ചെറിയ ഡ്രോയിങ് ഷീറ്റ് A5. ഇനി ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും വരാം. ഫ്രീ ഹാൻഡ് പർപ്പസുകൾക്കായി ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഷീറ്റ് A4 ഗ്രേഡ് ആണ്. ഫ്രീ ഹാൻഡ് പർപ്പസുകൾക്കായി ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഷീറ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് A4. നമ്മൾ കോമൺ ആയി ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് A2 സൈസ്. നമ്മൾ സാധാരണ നമ്മൾ കോളേജിലായാലും മറ്റും ഡ്രോയിങ് വരയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് A2 സൈസ് ഡ്രോയിങ് ഷീറ്റ് ആണ്. അപ്പോ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഡ്രോയിങ് ഷീറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ A0 ഗ്രേഡ് ആണ് ഏറ്റവും വലുത്. A5 ആണ് ഏറ്റവും ചെറുത്. ഫ്രീ ഹാൻഡ് പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നത് A4 ഷീറ്റ്. അപ്പൊ മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ അളവുകൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അളവുകൾ ഉൾപ്പെടെ PSC ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികയിലേക്കുള്ള പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോ 841 1189 ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. മനസ്സിലായോ? ഒരു സൈഡ് അങ്ങ് പഠിച്ചാൽ മതി. അത് മറ്റേതിനകത്ത് അപ്പുറത്ത് വരുന്ന മാത്രം പഠിക്കാം. 841 അടുത്ത് വന്നപ്പോൾ ഇവിടെ ആയി. 594, 420, 297, 210 ഇങ്ങനെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ. വീതി നീളം അനുപാതം 1:2. ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ A0 മുതൽ A5 ഗ്രേഡ് വരെ ഡ്രോയിങ് ഷീറ്റ് അവൈലബിൾ ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പറയേണ്ടത് ഡ്രോയിങ് ഷീറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രോയിങ് പെൻസിലുകളെ കുറിച്ച് പറയണം. ഡ്രോയിങ് പെൻസിലുകൾ നമ്മൾ സാധാരണ നമ്മൾ വരയ്ക്കാൻ എടുക്കാനൊക്കെ അല്ല നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്ന ഗ്രേഡ് വേറെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പഠിക്കുന്ന ഈ 3 കോഴ്സിലും പഠിക്കുന്ന പിള്ളേർക്ക് അതിനെ കുറിച്ച് അറിയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ ഡ്രോയിങ് പെൻസിലുകൾ അവൈലബിൾ ആവുന്നത് അവയുടെ ഹാർഡ്നെസ്സിനെയും സോഫ്റ്റ്നെസ്സിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന പെൻസിലുകളെ തരംതിരിക്കുന്നത്. എങ്ങനെയൊക്കെ? അപ്പോൾ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന പെൻസിലുകൾ അവൈലബിൾ ആവുന്ന സൈസുകൾ എന്ന് പറയുന്നത് 9H മുതൽ 7B ഗ്രേഡ് വരെയുള്ള ഡ്രോയിങ് പെൻസിലുകളാണ് നിലവില് പെൻസിലുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. 9H മുതൽ 7B വരെ. ഈ 9H 7Bയും ചോദ്യങ്ങളാണ്. ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന പെൻസിലുകളിൽ ഹാർഡസ്റ്റ് പെൻസിൽ എന്ന് പറയുന്നത് 9H ആണ്. PSC ചോദ്യമാണ്. 9H ഹാർഡസ്റ്റ് പെൻസിൽ 9H ഗ്രേഡ് ആണെങ്കിൽ സോഫ്റ്റസ്റ്റ് പെൻസിൽ, ഏറ്റവും സോഫ്റ്റ് ആയ പെൻസിൽ 7B ഗ്രേഡ് ആണ്. 9H മുതൽ 7B ഗ്രേഡ് വരെയുള്ള പെൻസിലുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ എങ്ങനെ? 9H, 8H, 7H, 6, 5, 4, 3, 2, അത് കഴിഞ്ഞ് H. ഇനി ഇതിന്റെ ബാക്കി വരുന്നത് HB, 2B, 3B, 4B, 5B, 6B and 7B. അപ്പോൾ ഈ പറയുന്ന ഒരു ശൃംഖലയാണ് ഡ്രോയിങ് പെൻസിലിനുള്ളത്. ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള പെൻസിൽ 9H ആണ്. ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് 7B ഗ്രേഡിലുള്ള പെൻസിലാണ് ഏറ്റവും സോഫ്റ്റ്. ഇനി HB എന്ന് പറയുന്നത് മീഡിയം സോഫ്റ്റ് ആണ്. മീഡിയം സോഫ്റ്റ്. നമ്മൾ കടകളിലെല്ലാം, നമ്മളുടെ ഇവിടെ കിട്ടുന്ന ലോക്കൽ കടകളിലെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് HB ആയിരിക്കും. നിങ്ങൾ ഇനിയാലും മേടിക്കുമ്പോൾ നോക്കുക. നിങ്ങൾക്ക് പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം, അല്ലാത്തൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നത് മീഡിയം സോഫ്റ്റ്. HB എന്ന് പറഞ്ഞാൽ മീഡിയം സോഫ്റ്റ്. H എന്ന് പറഞ്ഞാൽ മീഡിയം ഹാർഡ്. ഇത്രയേ ഉള്ളൂ ഡ്രോയിങ് പെൻസിലിനെ കുറിച്ച് അറിയാൻ. 9H ഹാർഡസ്റ്റ്, 7B ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ളത്, HB മീഡിയം സോഫ്റ്റ്, H ഗ്രേഡ് എന്ന് പറയുന്നത് മീഡിയം ഹാർഡ്. നമ്മൾ കോമൺ ആയിട്ട് വരയ്ക്കാനായിട്ട് കൂടുതലായി ഉപയോഗിക്കുന്നത്
എച്ച് അല്ലെങ്കിൽ 2H ഗ്രേഡിലുള്ള പെൻസിലുകളാണ് നമ്മൾ ഡ്രോയിങ് പർപ്പസിനായിട്ട് കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്നാൽ ലെറ്ററിങ്ങിനും മറ്റുമാണ് നമ്മൾ HB ഗ്രേഡ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും വസ്തുക്കൾ എഴുതാനോ മറ്റോ ആണ് നമ്മൾ HB ഗ്രേഡ് ഉപയോഗിക്കുന്നത്. കൂടുതൽ ഡ്രോയിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന H അല്ലെങ്കിൽ 2H ഗ്രേഡിലുള്ള പെൻസിലുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനലിന്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ അതിന് മറുപടി അയക്കാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് മിനി ഡ്രാഫ്റ്റർ. വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ആണ് മിനി ഡ്രാഫ്റ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിനി ഡ്രാഫ്റ്റർ എന്താണെന്നുള്ളത്. നമ്മളുടെ പടത്തിൽ കാണാം, ചിത്രത്തിൽ കാണാം മിനി ഡ്രാഫ്റ്റർ. അതായത് നമ്മളുടെ വരപ്പ് മേഖലയിൽ ഒരുപാട് മാറ്റം വരുത്തിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മിനി ഡ്രാഫ്റ്റർ. അതായത് നമ്മൾ വരയ്ക്കുന്ന ആളുടെ എഫർട്ടും സമയവും കുറച്ചുകൊണ്ട് വളരെ അഡ്വാൻറ്റേജ് ആയി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സഹായിച്ച ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മിനി ഡ്രാഫ്റ്റർ. നിങ്ങൾക്ക് പടത്തിൽ കാണുന്നത് പോലെ മിനി ഡ്രാഫ്റ്റർ അതിന് എങ്ങനെ ഒരു ഡ്രോയിങ് ബോർഡിൽ കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ഡ്രോയിങ് ബോർഡിന്റെ ഇടത്തെ മൂലയിൽ നമ്മൾ ആ മിനി ഡ്രാഫ്റ്റർ കണക്ട് ചെയ്യുന്നു. അതിനൊരു ക്ലാമ്പ് കൊണ്ട് അത് കണക്ട് ചെയ്യുന്നു. അതിന്റെ ഒരു സ്കെയിൽ ഉണ്ട്. മിനി ഡ്രാഫ്റ്റിന്റെ സ്കെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മിനി ഡ്രാഫ്റ്റിന്റെ സ്കെയില്. അപ്പോ ആ സ്കെയില് ഇടത്ത് സൈഡിൽ മിനി ഡ്രാഫ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏറ്റവും മുകളിൽ ഇടത്ത് സൈഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയി ആ സ്കെയിലിനെ ഡ്രോയിങ് ബോർഡിന്റെ അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റിന്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈസി ആയി അതിനെ ചലിപ്പിക്കാൻ കഴിയും. അങ്ങനെ ചലിപ്പിക്കുന്നത് വഴി കൂടെ കൂടെ നമ്മൾ എടുത്തു വെച്ച് ഉപയോഗിക്കുന്ന ആ സ്കെയിലിന്റെ പർപ്പസ്, സെറ്റ് സ്ക്വയറിന്റെ പർപ്പസ്, ഒപ്പം പ്രൊട്രാക്ടറിന്റെ പർപ്പസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. എല്ലാം ഈ ഒരൊറ്റ ഇൻസ്ട്രുമെന്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോ മിനി ഡ്രാഫ്റ്റർ ഒരു മിനി മെഷീനാണ്. നമ്മൾ ഈ പറഞ്ഞ സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, സ്കെയില് എന്ന 3 ഇൻസ്ട്രുമെന്റുകളുടെയും പർപ്പസ് ഒരു ഇൻസ്ട്രുമെന്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യേണ്ട വർക്കറിന്റെ സമയം ലാഭിക്കാം. ഒപ്പോ ഓരോന്നും എടുത്തു വരുമ്പോഴുള്ള ഇററുകൾ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ സാധിക്കും. അപ്പോ അതാണ് മിനി ഡ്രാഫ്റ്റർ. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, വിശദമായിട്ട് കാണാം. മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. സത്യത്തില് നമ്മൾ ഡ്രോയിങ് ബോർഡിന്റെ ഇടത്തെ മൂലയിലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ആ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ് ബോർഡിന്റെ ഏത് ഭാഗത്തേക്കും യഥേഷ്ടം നീങ്ങാൻ മിനി ഡ്രാഫ്റ്ററിന് സാധിക്കുന്നത് കൊണ്ട് വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡ്രോയിങ് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മിനി ഡ്രാഫ്റ്റിന്റെ സ്കെയിൽ ഇതാണ്. നമുക്ക് ലീനിയർ മെഷർമെന്റ് എടുക്കാം, പെർപെൻഡിക്കുലർ ആയിട്ട് ലൈനുകൾ വരയ്ക്കാം. ഇനി പ്രൊട്രാക്ടേഴ്സ് വേണമെങ്കിൽ അതും ഇതിനകത്ത് സാധിക്കും. മിനി ഡ്രാഫ്റ്റർ കഴിഞ്ഞാൽ മറ്റൊരു വസ്തുവാണ് ഫ്രഞ്ച് കർവ്. മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഫ്രഞ്ച് കർവ്. എന്താണ് ഫ്രഞ്ച് കർവ് എന്ന് പറഞ്ഞാൽ? ഫ്രഞ്ച് കർവ്സ് ചുമ്മാ ഒരുപാട് കർവുകളും ഷേപ്പിലുള്ള പല പല ഇൻസ്ട്രുമെന്റ്സുകൾ, പല ഷേപ്പാണ്, പക്ഷെ എല്ലാം കർവ് ആയിരിക്കും. കർവ്ഡ് ഷേപ്പായ പല ഷേപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത്. ഒരു കൃത്യമായ ഷേപ്പ് ഒന്നുമില്ല, പല പല ഷേപ്പിൽ അവൈലബിൾ ആയ ചെറിയ 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 നമ്മളുടെ പ്രൊട്രാക്ടറിനേക്കാൾ ചെറുതായ ചില കർവുകൾ അല്ല വലുതുമുണ്ട്. അപ്പോ കർവുകൾ എന്നുള്ള വാക്കിനെ നിങ്ങൾ ഊഹിച്ചാൽ മതി. പല ഷേപ്പിലുള്ള കർവുകളായ ഒരു സെറ്റാണ് ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത്. എന്തിനുപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം പോലും കോണിച്ചോ കൂർത്തോ ചതുരം പോലോ ഇരിക്കാത്തില്ല. ഫുൾ ഭാഗവും കർവ്ഡ് ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഫ്രഞ്ച് കർവ്സ് എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കോമ്പസ് കൊണ്ട് വരയ്ക്കാൻ പറ്റാത്ത ആർക്കുകൾ കാണും, ചില കർവുകൾ കാണും, കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റാത്ത ചില കർവുകൾ. അങ്ങനെ കോമ്പസിന് പറ്റാത്ത കർവുകൾ ആർക്കുകളും വരയ്ക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫ്രഞ്ച് കർവുകളുടെ സഹായം നമ്മൾ നേടുന്നത്. നിങ്ങൾക്ക് പടത്തിൽ കാണാം, പല പല കർവുകൾ ഷേപ്പിൽ, കർവ്ഡ് ഷേപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഫ്രഞ്ച് കർവ്. ആ ഫ്രഞ്ച് കർവ് നമ്മള് കോമ്പസ് കൊണ്ട് വരയ്ക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ, കർവുകളും മറ്റും വരയ്ക്കാനാണ് നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫ്രഞ്ച് കർവ് കഴിഞ്ഞാൽ ഇനി അവിടെ പറയാൻ പോകുന്നതെല്ലാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാം. ഇനി ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇതിനകത്ത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിൽ വരേണ്ടതാണ് ഷാർപ്പനർ. എന്തോ ഷാർപ്പനർ? നമ്മൾ പെൻസിൽ കട്ടർ, നമ്മുടെ പെൻസിൽ കട്ടർ തന്നെ, പെൻസിലിന്റെ ലെഡിന് മുറിച്ച് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന
കട്ടർ, അതാണ് ഷാർപ്പനർ എന്നും പറഞ്ഞ് നമ്മുടെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിന്റെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നു. ഷാർപ്പനർ കഴിഞ്ഞു. പിന്നെ മറ്റൊന്ന് ഇറേസർ. ഇറേസർ നിങ്ങൾക്ക് അറിയാം എന്തിനു ഉപയോഗിക്കുന്നത്? നമുക്ക് ആവശ്യമില്ലാത്ത ലൈനുകളും കാര്യങ്ങളും മായ്ച്ചു കളയാൻ വേണ്ടി ഇറേസർ ഉപയോഗിക്കുന്നു. ഇനി അതിനകത്ത് അറിയേണ്ട മറ്റൊരു കാര്യം, ഇറേസർ ഷീൽഡ് ഉണ്ട്. ഇറേസർ ഷീൽഡ് മറ്റൊരു ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇറേസർ ഷീൽഡ് നിങ്ങൾക്ക് പടത്തിൽ കാണാം, സ്ക്രീനിൽ പടത്തിൽ കാണാം. എന്താണ് ഇറേസർ ഷീൽഡ്? നമ്മൾ കോമൺ ആയിട്ട് ചില ലൈനുകളൊക്കെ മായ്ക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ, അല്ലെ വലിയൊരു ഫിഗറിന്റെ ചെറിയ ചെറിയ പാർട്സുകൾ മായ്ക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മായ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായ ലൈനൂടെ മായ്ച്ചു പോയെന്നിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭത്തില് അത് ഒഴിവാക്കാൻ വേണ്ടി കുറെ സ്ലോട്ടുകളുള്ള ഒരു പ്ലേറ്റ് രൂപത്തിലിരിക്കുന്ന കുറെ സ്ലോട്ടുകളും കർവുകളും കട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനം, അതിനെയാണ് നമ്മൾ ഇറേസർ ഷീൽഡ് എന്ന് പറയുന്നത്. അത് കൃത്യമായി നമുക്ക് മായ്ക്കേണ്ട സ്ഥലം എവിടെയാണോ ആ ഭാഗത്തിന് അനുയോജ്യമായ ആകൃതിയുള്ള ഭാഗം ഈ ലൈനിന് മുകളിൽ വെച്ചിട്ട് ആ ഷീൽഡിനകത്തുകൂടിയാണ് നമ്മൾ ഇറേസ് ചെയ്യുന്നത്. അപ്പോ മായ്ഞ്ഞു പോകേണ്ട ഭാഗം ഏതാണോ അത് മാത്രമായി മായ്ച്ചു കളയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇറേസർ ഷീൽഡ്. അല്ലാതെ മറ്റ് പല കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല. ഇനി ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു വസ്തുവാണ് ഡ്രാഫ്റ്റിംഗ് ബ്രഷ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് ബ്രഷ് അത് നമ്മൾ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുവാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം, ബ്രഷ് ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇറേസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വരുന്ന വേസ്റ്റുകൾ നമുക്ക് കൈകൊണ്ട് നീക്കളയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കാം? ഒരു കറുത്ത പാടുകൾ ഉണ്ടാവാം ഡ്രോയിങ് ഷീറ്റിൽ. നമ്മൾ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ വൃത്തിയാണ് പ്രധാനം. അപ്പോ ആ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡ്രാഫ്റ്റിംഗ് ബ്രഷ്. അതായത് നമ്മളുടെ ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക് വയർ ബ്രഷ് പോലൊരു സംഭവം, അതിന്റെ ഒരു സോഫ്റ്റ് ആയ ഒരു ബ്രഷാണ് ഡ്രാഫ്റ്റിംഗ് ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോ എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ മായ്ച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റിനെ തൂത്ത് കളയുക, അത്ര മാത്രമേ ഉള്ളൂ ഡ്രാഫ്റ്റിംഗ് ബ്രഷ്. ഇനിയുള്ളത് ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് എന്താണ്? ടെംപ്ലേറ്റിന്റെ ഉപയോഗം നമുക്ക് ഒരു പ്ലേറ്റ് പോലെ റെക്ടാംഗിൾ ഷേപ്പിലുള്ളതോ അല്ല കർവ്ഡ് ഷേപ്പിലുള്ളതോ ഒരു പ്ലേറ്റ് ആണ്. അതിൽ ഒരുപാട് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് അളവിലുള്ള ഹോളുകളോ റെക്ടാംഗിളുകളോ ട്രയാംഗിളുകളോ ഒക്കെ ഷേപ്പില് കട്ട് ചെയ്തിരിക്കും. അങ്ങനെ ഒരുപാട് ഷേപ്പുകൾ കട്ട് ചെയ്തേക്കുന്ന ഒരു വലിയ പ്ലേറ്റിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കോമ്പസ് ഇല്ലാത്ത സമയങ്ങളിൽ, കോമ്പസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഒരു സർക്കിൾ വരയ്ക്കണം, അപ്പോ അല്ലെങ്കിൽ ഒരു ട്രയാംഗിൾ വരയ്ക്കണം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഡയമീറ്റർ കൂടിയ സർക്കിൾ വരയ്ക്കണം. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുന്നതിലുപരി എളുപ്പത്തിനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് ടെംപ്ലേറ്റ്. അതിനകത്ത് ഒരുപാട് സർക്കിളുകൾ, പല അളവിലുള്ള സർക്കിളുകൾ, പല അളവിലുള്ള റെക്ടാംഗിളുകൾ, ട്രയാംഗിളുകൾ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടെംപ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് സ്റ്റെൻസിൽ. പിന്നെ ഉള്ള നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ആണ് സ്റ്റെൻസിൽസ്. സ്റ്റെൻസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെറ്ററിങ്ങിനായിട്ടാണ് ഡ്രോയിങ്ങിൽ സ്റ്റെൻസിൽ ഉപയോഗിക്കുന്നത്. അഥവാ അച്ചെന്ന് നമുക്ക് പറയാം. അതായത് A to Z ആൽഫബറ്റ്സുകൾ, A to Z 0 to 9 നമ്പറുകളും അച്ച് ചെയ്തേക്കുന്ന ഒരു പ്ലേറ്റ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. പല അളവുകളിലുള്ള ഒരു പ്ലേറ്റ് ആണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്റ്റെൻസിൽ എന്ന് പറയുന്നത്. നമ്മൾ ലെറ്ററിങ്ങിന് സഹായിക്കുക എന്നുള്ളതാണ് സ്റ്റെൻസിലിന്റെ ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോ ഒരു ഡ്രോയിങ് വരച്ചു, അത് എന്താണെന്നുള്ളത് നമ്മൾ അടിയിൽ പേരെഴുതുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ അതിന് വൃത്തി വരാതിരിക്കുന്ന സന്ദർഭം ഉണ്ടാവും. അപ്പോ സ്റ്റെൻസിൽ വെച്ച് എഴുതുമ്പോൾ കൃത്യമായി നമുക്ക് അതിനകത്തുകൂടി, ആ സ്റ്റെൻസിലിന്റെ അച്ചിനകത്തുകൂടി എഴുതാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന ഘടകമാണ് സ്റ്റെൻസിൽ. അപ്പോൾ ഇത്രയാണ് ഡ്രോയിങ്ങിന്റെ ഇൻസ്ട്രുമെന്റ്സിൽ പറയാനുള്ളത്. ഇനി നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നതെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ഓവർകം ചെയ്ത് പറയാം. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് ഡ്രോയിങ് ബോർഡ് ഉണ്ടായിരുന്നു, ടി സ്ക്വയർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, സ്കെയിൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞു ഡ്രോയിങ്ങിന്റെ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്. അതിനകത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന പെൻസിലുകൾ ഏതൊക്കെ, ഡ്രോയിങ് ഷീറ്റുകൾ ഏതൊക്കെ. ഡ്രോയിങ് ഷീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞത് മിനി ഡ്രാഫ്റ്ററിനെ കുറിച്ചാണ്. മിനി ഡ്രാഫ്റ്റർ കഴിഞ്ഞിട്ട് ഫ്രഞ്ച് കർവ് പറഞ്ഞു. ഫ്രഞ്ച് കർവ് കഴിഞ്ഞിട്ട് ഷാർപ്പനർ, ഇറേസർ ഷീൽഡ്, നമ്മുടെ ടെംപ്ലേറ്റ്, സ്റ്റെൻസിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ
ഇത്രയുമാണ് പ്രധാനപ്പെട്ട, ഇനി ഉൾക്കൊള്ളിക്കാൻ നമ്മളൊന്നുമില്ല ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സുകൾ. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട പറയാം, അതായത് നമുക്ക് ഇറേസർ ഷീൽഡും ഒക്കെ നമുക്ക് എന്തിനു ഉപയോഗിക്കുന്ന നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാവും. PSC പരീക്ഷകൾക്ക് ചോദിക്കാവുന്നത്, അതായത് ITI ഡിപ്ലോമ കോഴ്സുകാർക്ക് കോമൺ ആയ സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആദ്യ ചാപ്റ്ററാണ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്. ഒരിക്കലും ഈ 3 കോഴ്സ് ചെയ്യുന്നവരുടെയും സിലബസിന് പുറത്തോട്ട് പോയി നമ്മൾ ഒന്നും പഠിപ്പിക്കുന്നില്ല, അവർക്ക് വേണ്ടിയാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ അവർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരിനി PSC പരീക്ഷ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ISRO പോലുള്ള ടെസ്റ്റുകൾ എഴുതുമ്പോഴോ ഡ്രോയിങ്ങിന്റെ മേഖലയിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ചാപ്റ്ററാണ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ PSCക്ക് ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടി നമ്മൾ ഈ ചാപ്റ്റർ ഈ ഒരു ചാനലിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച് പറയുന്നുണ്ട്. അപ്പോ ഡ്രോയിങ് ബോർഡ്, T-സ്ക്വയർ, ഡ്രോയിങ് ഷീറ്റ്, അതുപോലെ ഡ്രോയിങ് പെൻസിൽ, ഇവയ്ക്ക് 3നും കൃത്യമായ അളവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളവയാണ്. അപ്പോ അത് കൃത്യമായി നിങ്ങൾ എടുത്തു പഠിക്കണം. എന്തിന്റെയൊക്കെ ഓരോന്നിന്റെയും ഗ്രേഡ് എന്തൊക്കെയാണ്, ആ ഗ്രേഡ് സൂചിപ്പിക്കുന്ന അളവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോ ഞാൻ ഇത്രയും പറഞ്ഞത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പോരായ്മയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉൾക്കൊള്ളിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾ അതൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൃത്യമായി നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്ന കാലഘട്ടമാണ്, അതുകൊണ്ട് കോഴ്സുകൾ തുടങ്ങിയില്ല പോലും കൃത്യമായി ചാപ്റ്ററുകൾ നമ്മളുടെ അധ്യാപകരായാലും പഠിപ്പിച്ചു പോകുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. നിങ്ങൾക്ക് 3 കോഴ്സുകാർക്കുമുള്ള കൃത്യമായ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഘട്ടം ഘട്ടമായി ചാനലിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. ഇപ്പൊ ആദ്യ ചാപ്റ്റർ ഇവിടെ നമ്മൾ ഇന്ന് പൂർത്തീകരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ കൃത്യമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഈ ചാനലിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. കൃത്യമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നന്ദി.